തിരിച്ചിങ്ങോട്ടൊന്ന് കയറുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല സർ. ഇനി ഒരുപാട് ബാക്കി ഉണ്ടാവുമല്ലേ? സാർ കുറച്ചേരം കിടക്കുന്നോ? ഏയ് വേണ്ട, കുറച്ചു നേരം ഇരിക്കട്ടെ. എല്ലാരോടും ഒരുപാട് സംസാരിച്ചിട്ടാ ഞാൻ ഇറങ്ങിയത്. ഞാൻ കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാവരുടെ മനസ്സിലും അത് കാണും, സാറിന്റെ മനസ്സിലും. നന്ദിനി, മനസ്സ് തുറന്നു തന്നെയാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ ചോദിച്ച ചോദ്യങ്ങളെല്ലാം എന്നോടായിരുന്നു. എന്നെ മനസ്സിലാക്കി തരാനുള്ള ചോദ്യങ്ങളായിരുന്നു. എന്റെ ഭാഗത്ത് വലിയൊരു പിഴവ് പറ്റിയിട്ടുണ്ട്. ഞാനൊരിക്കലും തന്റെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ കാണാൻ ശ്രമിച്ചിട്ടില്ല. തന്നെ പോലൊരു പെൺകുട്ടി ഇങ്ങനെയൊരു കാര്യത്തിൽ അകപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചില്ല. തെറ്റായിപ്പോയി. തന്റെ ലൈഫ് ഞാൻ തട്ടിപ്പറിച്ചു, എന്നിട്ട് ഇല്ലാതാക്കി. മറ്റുള്ളവർക്ക് ചവിട്ടി അരയ്ക്കാൻ വേണ്ടി തന്നെ ഞാൻ അവരുടെ കാൽച്ചുവട്ടിലേക്ക് ഇട്ടുകൊടുത്തു. താൻ വേദനിച്ച് കരയുമ്പോഴും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ ഞാൻ മദ്യപിച്ച് വന്നു കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. പക്ഷേ തനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റില്ലായിരുന്നെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ബോധമില്ലാതെ കിടന്നുറങ്ങുന്ന എന്നെ നോക്കി എത്ര രാത്രികൾ തന്നെ ഉറക്കൊളച്ചിട്ടുണ്ട്, എത്ര രാത്രികൾ താൻ കരഞ്ഞു തീർത്തിട്ടുണ്ട്. എന്നിട്ടും വെളുപ്പിന് താൻ അടുക്കളയിൽ കയറുന്നു. എല്ലാവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അവർക്ക് വേണ്ടതൊക്കെ വെച്ചുണ്ടാക്കുന്നു. നന്ദിയില്ലാത്ത വർഗത്തിന് വേണ്ടി അടിമപ്പണി ചെയ്യുന്നു. എല്ലാത്തിനും കാരണം ഞാൻ ഒറ്റ ഒരുത്തനാ. വേണ്ട സർ, അതൊന്നും ഇപ്പൊ പറയണ്ട. പറയണം നന്ദിനി. ഇപ്പൊ പോലും അച്ഛൻ പറഞ്ഞൊരു വാക്കിന്റെ പേരില എന്നെ പരിചരിക്കാൻ വേണ്ടി താനിവിടെ നിൽക്കുന്നത്. പക്ഷേ ഒരു കാര്യം താൻ ഉറപ്പിച്ചോ, ഇപ്പൊ താൻ എന്നോട് ചെയ്ത ഈ കാര്യമുണ്ടല്ലോ, അതെന്റെ മരണം വരെ ഞാൻ മറക്കില്ല. പക്ഷെ നന്ദിനി, ഐ എം സോറി. തന്നെ ചതിച്ചതിന്, തന്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയതിന്, തന്റെ ജീവിതം ഇല്ലാതാക്കിയതിന് സോറി. സോറി. ഇനി ഇവിടെ ആരും തന്നെ ഒന്നും പറയില്ല. ഇവിടെ ആര് തന്നെ എന്ത് പറഞ്ഞാലും തന്നെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാ. ഞാനത് ചെയ്തിരിക്കും, അതുറപ്പാ. സാറിങ്ങനെ സംസാരിക്കണ്ട. സാറിങ്ങനെ മനസ്സ് സങ്കടപ്പെട്ട് സംസാരിക്കുമ്പോ ഒരു രസവും ഇല്ല. ഞാൻ സാറിന് കാപ്പി എടുത്തിട്ട് വരാം. നന്ദിനി. എന്താ സർ? ഇപ്പോ ഞാനൊരു 1.5 താനെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. സാരമില്ല സർ. സാറിന് വേണ്ടി എന്ത് ചെയ്യാനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം സാർ എന്റെ കുടുംബത്തോട് മര്യാദ കാണിച്ച ഒരാളാ. എന്റെ അച്ഛനെയും അനിയത്തിമാരെയൊക്കെ ചേർത്ത് പിടിച്ച ഒരാളാ.